ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്പലത്തിലോട്ട് പോവാണ്. കുറേ നാളുകൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷം മോൻ്റെ ബർത്ത്ഡേയുടെ സമയത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് പെരളശ്ശേരി അമ്പലത്തിലോട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കാല് കഴുകാനായിട്ട് അവിടുത്തെ കുളത്തിലോട്ട് ഇറങ്ങി. അതിൽ നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാലൊക്കെ കഴിഞ്ഞ ശേഷം തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ ഡേയിലാണ് പോയിട്ടുള്ളത്. ആയില്യം ഡേയിലാണ് പോയിട്ടുള്ളത്. അതും കന്നിയിൽ ആയില്യം അവിടെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ, അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാനായിട്ടാണ് അവിടെയൊക്കെ ആൾക്കാരുണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ മെയിൻ കോവിലിൽ തൊഴുതതിന് ശേഷം അതിൻ്റെ സൈഡിൽ വേറൊരു കോവിലുണ്ട്, അയ്യപ്പൻ്റേതാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി. അപ്പോൾ അവിടെ മോൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവന് കുറേ നാളായി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പറയാൻ അറിയില്ലെങ്കിൽ കൂടി അവൻ അമ്പലത്തിൽ നിന്നൊക്കെ പോകണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേർച്ചയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് സർപ്പബലിയാണ്. പിന്നെ മുട്ടയൊക്കെ കൊടുക്കും കേട്ടോ. എന്തെങ്കിലും സർപ്പത്തിൻ്റെ ദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട്, നഖദോഷം മാറാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോയത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വിഷ്ണു ക്ഷേത്രം. കഷ്ടിച്ച് അവിടെ നിന്ന് 2 മിനിറ്റൊക്കെ നടക്കാനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ പോയി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ ഭയങ്കര നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മെയിനായിട്ട് ഉണ്ണിക്കണ്ണന് അവിടെ സ്പെഷ്യൽ വഴിപാട് എന്ന് പറയുമ്പോൾ താമരത്താലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിപ്പിച്ചു. പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് പാൽപ്പായസമാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഒരു പൂജ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ പായസം ഞങ്ങൾക്ക് തരുമായിരുന്നു. പിന്നെ മുന്നേ ഇവിടെ രാവിലെ മുതൽ ഉച്ചവരെ കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ വർക്ക് നടക്കണോണ്ട്, അതായത് ഊട്ടുപുരിയുടെ വർക്ക് നടക്കണോണ്ട് അത് തൽക്കാലമായിട്ട് നിർത്തി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഞങ്ങളങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ.